എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. പരിപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പരിപ്പ് കേക്ക് അല്ലെങ്കിൽ പരിപ്പ് പോള എന്നൊക്കെ നമ്മളിതിന് പറയാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോളയിൽ നിന്നും ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പോള കൂടിയാണിത്. പിന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു മുങ്ങുന്ന പാകത്തിന് വേണം നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ച് വെച്ചുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് മാത്രം മതി കേട്ടോ, കൂടുതൽ വേണ്ട. പിന്നെ ഇതിലോട്ടേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്കിതിലോട്ടേക്ക് കുറച്ച് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു കേക്കിന് ഉണ്ടാവുന്നത്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു പോളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം, അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനും ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കിസ്മിസും ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. സെയിം പാനിൽ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവൻ ബാറ്ററും ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 20-25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാണാനുള്ള ഭംഗിക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കിസ്മിസും കൂടി ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ വെച്ച് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. കാണാനും നല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിറയെ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ എല്ലാ ഭാഗത്തോട്ടേക്കായിട്ട് നട്ട്സും കിസ്മിസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 15 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കൊരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കട്ട് ചെയ്ത് നോക്കാം. കേക്ക് പോലെ നല്ല ടെക്സ്ചറാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. സാധാരണ പോളയിൽ നിന്നും ശരിക്കും ഒരു വെറൈറ്റി പോള കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.